ഇല്ല, അത് വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള പ്രായോഗിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് വി.പി. ജയരാജൻ. അദ്ദേഹം അങ്ങനെ വീണ്ടും വിചാരമില്ലാതെ അന്നൊരു ഇലക്ഷൻ ദിവസമാണെന്ന് ഓർക്കാതെ ഒന്നും ചെയ്ത ഒരു കാര്യമാണത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇതുപോലൊരു വളരെ സുപ്രധാനമായ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം. പക്ഷെ നമ്മളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം എന്തുകൊണ്ട് ഇതിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും വരുന്ന മുന്നോട്ടുള്ള രാഷ്ട്രീയ സമീപനം വെച്ച് നോക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ എന്തുകൊണ്ട് അദ്ദേഹം കബളിപ്പിച്ചില്ല, എലക്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പറഞ്ഞാൽ പോരായിരുന്നോ എന്നുള്ളതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കുന്നത്. അത് അദ്ദേഹം ചെയ്യാനിടയാക്കി അദ്ദേഹത്തിൻ്റെ മനോനില എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യേണ്ടത് പ്രധാനമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ തന്നെ അങ്ങനെ ഒരു മാനദണ്ഡം വെച്ച് ചർച്ച ആരംഭിക്കുന്നത് ശരിയാണോ എന്നുള്ളതിൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത് എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രകാശ് ജാവേദ്കറെ കണ്ടത് എന്നുള്ളത് വഴിയിൽ വെച്ച് കാണുകയോ കണ്ടപ്പോൾ സൗഹൃദം പുതുക്കുകയോ ഒരു പൊതുസ്ഥലത്ത് വെച്ച് കാണുകയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് ഇവർ തമ്മിൽ ഒന്നിച്ച് കണ്ടു എന്നുള്ളതും ആ കണ്ടത് ഒരു ഒരുക്കപ്പെട്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു എന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊക്കെ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഈ ഇടനിലക്കാരൻ ഇതിനു മുമ്പ് തന്നെ ജാവേദ്കറും അദ്ദേഹം കൂടെ കാറിൽ കയറുന്ന ചിത്രങ്ങൾ തൊട്ട് ഗഡുക്കളായി പലതവണ പുറത്തു വിട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ മുൻ നിശ്ചയിക്കപ്പെട്ട ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നു എന്നുള്ളത് അതാണ് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നമുക്ക് പ്രേമചന്ദ്രൻ്റെ വിഷയം തന്നെ എടുത്താൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏതാനും എം പിമാരെ ക്യാൻറ്റീനിലേക്ക് കാപ്പി കുടിക്കാൻ ക്ഷണിക്കുമ്പോൾ പ്രേമചന്ദ്രൻ പോയി എന്നുള്ളത് അത് ഞാൻ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുക്കുകയും പ്രേമചന്ദ്രനും കൂടി ഉള്ള ഒരു ചർച്ചയിൽ വിമർശിക്കുകയും ചെയ്ത കാര്യമാണ്. പ്രത്യേകിച്ച് അതിനുശേഷമുള്ള പ്രതികരണത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ചോദ്യം ഉന്നയിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം, അതിൻ്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനു വേണ്ടിയാണിത് നടത്തിയത് എന്നുള്ളത് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഇ.പി. ജയരാജൻ BJP-യിലേക്ക് പോകാൻ വേണ്ടി നടത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതങ്ങനെ എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രക്രിയയാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അത് എന്തെന്നുള്ളത് അദ്ദേഹമൊക്കെ തന്നെ വ്യക്തമാക്കട്ടെ. പക്ഷേ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഇവർ നടന്നു. അപ്പോൾ ഒരു പൊതുസ്ഥലത്ത് ഒരു പാർലമെൻറ്റിലെ ക്യാൻറ്റീനിൽ വെച്ച് കൂടിക്കാണുന്നത് വലിയ പാതകം, രാഷ്ട്രീയ പാതകമാണെന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച CPIM-ൻ്റെ നേതൃത്വം, PB അംഗങ്ങൾ ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവരുടെ വീട്ടിൽ കാപ്പിക്കട നടത്തുകയായിരുന്നോ എന്നുള്ള KPCC പ്രസിഡന്റിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൽ നിന്ന് ഈ കാപ്പിക്കടയിലേക്ക് സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കൊല്ലം MP-യെ പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പോയി പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചതിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ വിമർശിച്ചത്? എന്നിട്ട് സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു വിരുന്നൊരുക്കിയത് ജാഗ്രതക്കുറവെന്ന് പറഞ്ഞാൽ മതിയോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പറയുന്നത് ഈ ജാഗ്രതക്കുറവിന്റെ കാര്യമാണ്. അങ്ങനെ കേവലം ഒരു ജാഗ്രതക്കുറവാണോ ഇത് എന്നുള്ളതൊന്ന്. ഇതിനു മുൻപും പല ജാഗ്രതക്കുറവുകൾ ഉണ്ടായി എന്ന് പറയുന്നത് ആരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതൊന്നും ആരും അറിയാതെയും കേൾക്കാതെയും EP സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യം മുൻനിർത്തി മാത്രം നടപ്പിലാക്കിയത് എന്ന് വിശ്വസിക്കണം. മാധു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെയ്തത് ഇ.പി. ജയരാജനെ സംരക്ഷിക്കലാണ്. ഞാൻ ഇ.പി. ജയരാജനെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ അദ്ദേഹത്തിന് ഇല്ല എന്നും അദ്ദേഹം ഇ.പി. ജയരാജനെ സംരക്ഷിക്കാൻ മുതിർന്നു എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് തന്നെ ഒരു വഞ്ചനയാണെന്നും എനിക്കറിയാം. അദ്ദേഹം ഇ.പി. ജയരാജനെ സംരക്ഷിക്കുന്നതിലൂടെ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലാതെ ഇ.പി. ജയരാജനെ സംരക്ഷിക്കുക എന്നൊരു ജോലി അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല. അതിൻ്റെ കാരണം CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എക്സിക്യൂട്ടീവ് പദവിയൊന്നും ഇല്ലാതിരിക്കെ, പ്രകാശ് ജാവദേക്കർക്കും എക്സിക്യൂട്ടീവ് പദവിയൊന്നും ഇല്ലാതിരിക്കെ, രണ്ടു പേർക്കും പാർട്ടിയുടെയോ മുന്നണിയുടെയോ മാത്രം പദവികൾ ഉണ്ടായിരിക്കെ രാഷ്ട്രീയമായി ഇവർ തമ്മിൽ കൂടിക്കാണേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. അപ്പോൾ ആ സ്ഥിതിക്ക് ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത ഇ.പി. ജയരാജനുണ്ട്. അത് വിശദീകരിക്കേണ്ടി വരും. ഇത് തെറ്റാണ്, ഈ കൂടിക്കാഴ്ച തെറ്റാണ് എന്ന് പാർട്ടി വിലയിരുത്തുകയും ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായി അതിനെയൊക്കെ ഒരു തടയിടുന്ന രീതിയിൽ
PB അംഗം കൂടിയായിട്ടുള്ള സഹോ പിണറായി വിജയൻ ഏതാണ്ട് ഒരു പബ്ലിക് സെൻസർ എന്ന് പറയാവുന്ന രീതിയിൽ CC അംഗത്തെ സെൻസർ ചെയ്യുകയും പാർട്ടി അംഗങ്ങളോട് പറയുകയും ചെയ്തത് ജാവേദ്കറെ കൂടിക്കാണുന്നതിൽ തെറ്റില്ല. അങ്ങനെ കൂടിക്കാണുമ്പോൾ ഒരു സാക്ഷിയെ അവശേഷിപ്പിച്ചതാണ് തെറ്റ്. ഇങ്ങനെ സ്ഥിരമായി ജാഗ്രത കുറവ് വരുത്തുന്ന ആളാണ്, ആ സ്വഭാവമുള്ള ആളാണ് EP ജയരാജൻ. ഇത് മൂന്നുമാണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് CPM നമ്മളോട് പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ നിലപാടുകളുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. CPM പ്രഖ്യാപിച്ച നിലപാടുകളുമായി ചേർന്ന് പോകുന്നത് പ്രകാശ് ജാവേദ്കറുമായി ഇദ്ദേഹം കൂടിക്കണ്ടതാണ് തെറ്റ്. ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരു സാഹചര്യവുമില്ല. പാർട്ടി അറിയാതെ അങ്ങനെ കൂടിക്കാണേണ്ട ഒരു കാര്യവുമില്ല. EP ജയരാജൻ പറയുന്ന പോലെ അവിടെ അങ്ങോട്ട് പോയ വഴിക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കയറി എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന കാര്യമല്ല. അതൊക്കെ പോട്ടെ, അത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. അങ്ങനെ അതാണ് ശരിയെങ്കിൽ അതിൽ തെറ്റ് പറയേണ്ട കാര്യവുമില്ല. അപ്പോൾ ഈ പിണറായി വിജയൻ ചെയ്തത് യഥാർത്ഥത്തിൽ അതിൻ്റെ കോർ വിഷയത്തിൽ നിന്ന് വിഷയം എടുത്തു മാറ്റി എന്നിട്ട് നമ്മളോടെല്ലാം പറയുന്നതിനെ സാക്ഷിയെ അവശേഷിപ്പിക്കാതെ തെറ്റ് ചെയ്യണം എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ ഇലക്ഷൻ അന്ന് ചെയ്യരുതെന്നാണോ പറയുന്നത്? എന്താണ് ഈ CPIM-ൻ്റെ നിലപാടെന്താണ് ഇത് സംബന്ധിച്ചുള്ളതെന്നുള്ളതാണ് നമ്മളോട് വ്യക്തമായി പറയേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രകാശ് ജാവേദ്കറെ കാണുന്നതിൽ തെറ്റില്ല എന്ന് പറയുകയും ഞാനും പലതവണ പ്രകാശ് ജാവേദ്കറെ കണ്ടിട്ടുണ്ട്, അതെന്തോ സ്വകാര്യമായി വെല്ലുവിളിക്കാനായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ പൊതുസ്ഥലത്ത് വെച്ച് കാണുകയും ഇവരൊക്കെ തമ്മിൽ സംസാരിക്കുകയും ഒന്നും ചെയ്യുന്നതിനെക്കുറിച്ചല്ല നമ്മളാരും പറയുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ കൂടിക്കാഴ്ച അങ്ങനെയല്ലെന്നും അറിയാം. അതുകൊണ്ട് അത് വിശദീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. പാർട്ടിയുടെ നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എന്നാൽ അതേസമയം അതിനെ വിലക്കി എന്നുള്ള രീതിയിൽ പ്രതികരിക്കുക വഴി ശ്രീ പിണറായി വിജയൻ ചെയ്തത് ഗോൾ പോസ്റ്റ് മാറ്റിവെക്കലാണ്. അതല്ല CPM-ന്റെ പ്രഖ്യാപിത നിലപാട്. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി ഞാൻ ഇവിടുത്തെ ഒരു ജനപ്രിയനായ ജനകീയനായ LDF നേതാവാണ് എന്നുള്ളത് കൊണ്ട് ആ വഴി വന്നപ്പോൾ എന്നെ ഒന്ന് വിളിച്ചു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വന്നു കയറി, കണ്ടു, അതിഥിയാണ് എന്ന രീതിയിൽ പെരുമാറി. ഞാൻ പോവുകയാണ്, ചായ കുടിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും ഇല്ല ഞാൻ ചായ കുടിക്കാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോയി. അത് രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ സുദൃഢമായ സുദീർഘമായ ഒരു പഴയ ബന്ധമുണ്ടാകണം അല്ലേ? അതും EP പറയുന്നില്ല. അങ്ങനെ ശ്രീ ജോസഫ് സി മാത്യു പറയാണ് ഇത് ആരും വിശ്വസിക്കില്ല എന്ന്. വിശ്വസിക്കില്ലെന്ന് നന്നായി അറിയാമായിട്ടാണ് ഒരു ഭാവഭേദവുമില്ലാതെ ഈ കാര്യം പറയുന്നത്. മുഖ്യമന്ത്രി അതിനെന്താണ് മറുപടി പറയുന്നത്? ശിവനും പാപിയും വെച്ചുള്ള ഒരു ഉദാഹരണം. ഇതെന്ത് ഉദാഹരണമാണ്? ഇതാരെങ്കിലും കേട്ടിട്ടുണ്ടോ? ശിവൻ എങ്ങനെയാണ് പാപിയോട് ചേർന്നാൽ പാപിയാകുന്നത്? അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും? ഇല്ല. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, നല്ല ശിവനാണെങ്കിൽ കത്തിപ്പോകുമെന്ന്. ആ ചരിത്രമാണ്, ആ കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പെട്ടെന്നൊരു ഉദാഹരണം എവിടെ നിന്നോ കുഴച്ചെടുത്തങ്ങ് പറയാണ്, നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ. പുതിയ കഥ, പുതിയ ഉദാഹരണം. പണ്ടിതുപോലൊരു കഥ പറഞ്ഞ് എന്നുള്ള ഒറ്റ തെറ്റുകൊണ്ടാണ് പ്രൊഫസർ ജോസഫിൻ്റെ കൈ വെട്ടിയത് ഇവിടെ കുറേ അധമന്മാർ. ഏതായാലും നമ്മുടെ ഭൂരിപക്ഷ സമുദായത്തിലുള്ള കേരളത്തിലുള്ളവരെങ്കിലും അങ്ങനെ അസഹിഷ്ണുത കാണിക്കാത്തവരായത് നല്ല കാര്യം. ഞാനത് ഓർമ്മിപ്പിക്കാൻ കാര്യം, അന്ന് പ്രൊഫസർ ജോസഫ് എന്തോ പാതകം ചെയ്തു എന്നാണ് ഇവിടെ ഇടതുപക്ഷത്തെ പല നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ നിർദോഷമായി പറയുന്ന ചില തമാശകളെക്കുറിച്ച് ഞാനത് സന്ദർഭവശാൽ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത് ശിവൻ പാപിയോട് ചേർന്നാൽ ശിവനും പാപിയാകും എന്ന് പറയുന്ന യൂസേജിലൂടെ അർത്ഥമാക്കുന്ന എന്താണ്? ഒരു BJPയെ അങ്ങനെ കൂടിക്കണ്ടാൽ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CC മെമ്പറും അങ്ങനെ മോശക്കാരനാവും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശ്രീ പ്രഭാവർമ്മയോട് ചോദിച്ചാലേ അറിയുള്ളൂ. കാരണം മുഖ്യമന്ത്രി അതിന് ശേഷം പറഞ്ഞത് പ്രകാശ് ജാവേദ്കറെ കൂടിക്കാണുന്നതിൽ തെറ്റില്ല എന്നാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. അതാണ് ഞാൻ പറയാനുള്ളത്. അത് ഒരു പക്ഷേ പ്രഭാവർമ്മയോട് ചോദിക്കണം എന്നാണ് അങ്ങ് പറയുന്നത്. ശരി, ശ്രീ ജോസഫ് സി മാത്യു,